സിറ്റുവേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ അങ്ങനെ സാമ്പത്തികമായിട്ട് ആരുമില്ല. പിന്നെ വളർന്നതും ഇവിടെ മുസ്ലിം ഓർഫനേജിലാണ്. പിന്നെ തൻ്റെ കഴിവ് കൊണ്ട് തന്നെ സ്വയം വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്ന കുട്ടിയാണ്. 3-ാമത്തെ വയസ്സിൽ അവൻ്റെ ഉപ്പ മരിച്ചതാണ്. അതിനുശേഷം ഇവിടെ മുക്കം ഓർഫനേജിലാണ് പഠിച്ചിട്ടുള്ളത്. എനിക്ക് അങ്ങനെ മെയിനായിട്ട് ചിലവുകളിലേക്കുള്ള ആവശ്യം വേണം. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ടൊരു സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു സ്പോൺസർ ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ മികച്ച രൂപത്തിലേക്ക് നമുക്ക് രാജ്യത്തിന് തന്നെ വലിയൊരു അഭിമാനകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. എനിക്കൊരു ഷൂ ഇല്ല, പിന്നെ അതുപോലെ ഒരു കിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഹലോ, നമസ്കാരം. റഫീഖോട്ടുമുക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് മുക്കം ഓർഫനേജിലാണ് കേട്ടോ. എൻ്റെ ബാക്കിലിരിക്കുന്നത് റാഫി എന്ന് പറഞ്ഞ ഒരു മോനാണ്. ഇവിടെ ഓർഫനേജിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഇവൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ കേരളത്തിനകത്തും പുറത്തൊക്കെ നിരവധി മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങൾ നേടിയ ഒരു മോനാണ്. അപ്പം അവനിപ്പം മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. വീട്ടിൽ ഉപ്പ മരിച്ചതിന് ശേഷം ഫുള്ള് ഇവിടെയാണ്. 3-ാമത്തെ വയസ്സിലെങ്ങാണ്ട് ഉപ്പ മരിച്ച് പിന്നെ ഫുള്ള് നമ്മളെ ഓർഫനേജിലാണ് പഠിച്ചിട്ടുള്ളത്. മുന്നോട്ട് ഇനി പോകണമെങ്കിൽ എന്താ പറയുക, നമ്മൾ സുമനസ്സുകളുടെ സഹായം വേണം, ഒരു സ്പോൺസർ വേണം. അപ്പം നിലവിൽ ഇവനിപ്പോൾ ഒരു ഓടാനുള്ള സ്പൈക്ക്, ബൂട്ട്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പരിതാപകരമാണ് കുടുംബത്തിലെ സ്ഥിതിയൊക്കെ. അപ്പം ഇവർ അധ്യാപകരൊക്കെ നമ്മളോട് പറയുന്നുണ്ട് നല്ല ടാലൻ്റുള്ള കുട്ടിയാണെന്നൊക്കെ. ഈ മുഹമ്മദ് റാഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എന്താ പറയുള്ളത്? മുഹമ്മദ് റാഫി പിന്നെ വളരെ ടാലൻറ്റഡായ ഒരു കുട്ടിയാണ്. വയനാട്ടിൽ നിന്ന് വന്ന് നമ്മളെ സ്ഥാപനത്തിൽ ഒരുപാട് 6 വർഷങ്ങളോളം ഇവിടെ പഠിച്ചിട്ടുണ്ട്. നാഷണൽ ലെവലിലൊക്കെ പിന്നെ തൻ്റെ കഴിവ് കൊണ്ട് തന്നെ സ്വയം വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചേർന്ന കുട്ടിയാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളും പരാധീനതകളും ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു സ്പോൺസർ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഈ കുട്ടിക്ക് വലിയ മികച്ച രൂപത്തിലേക്ക് നമുക്ക് രാജ്യത്തിന് തന്നെ വലിയൊരു അഭിമാനകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. അതിന് കഴിവുറ്റ ആളുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് സഹകരിക്കണമെന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം റാഫിക്ക് ഇപ്പോൾ ആവശ്യം ഒരു സ്പോൺസറെയാണ്. ആൾക്ക് ഓടാനുള്ളൊരു പിന്നെന്താ പറയുക, ഷൂ ഇല്ല, അതുപോലെ സ്പൈക്കില്ല, പിന്നെ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് ചോദിക്കുന്നത് ഞങ്ങളൊരു പശുവിനെ പോറ്റിട്ടുള്ള ജീവിതമായിരുന്നു ഇതുവരെ ഉണ്ടായത്. ഇനിയും അങ്ങോട്ട് ജീവിതം അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ വന്നതും സ്പോൺസറെ ചോദിക്കുന്നതും. അതുപോലെ ഡിഗ്രി ഇപ്പോൾ MMO കോളേജ് ഓർഫനേജിൻ്റെ കോളേജിൽ തന്നെ പഠിച്ച് ഇപ്പോൾ സെക്കൻഡ് ഇയർ BSc ആണ് എടുത്തത്. ഇപ്പോൾ തേർഡ് ഇയറിലേക്ക് കഴിഞ്ഞാലൊരു ജോലി ആവശ്യമാണല്ലോ. അപ്പോൾ ജോലിക്കായിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ വരുന്നതും. അങ്ങനെ സ്ഥിരമായിട്ടൊരു സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമൊന്നും. അപ്പോൾ റാഫിൻ്റെ കഥ എല്ലാവരും കേട്ടില്ല. അപ്പം ഇവനെ ഇനി സഹായിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇവന് പറ്റുന്ന സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക. കാരണം സ്പൈക്കായിട്ടോ ബൂട്ടായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞാൻ റാഫിൻ്റെ നമ്പർ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റാഫിയായിട്ട് നേരിട്ട് തന്നെ സംസാരിക്കാം. നേരിട്ട് സംസാരിച്ചിട്ട് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. ഓക്കെ, താങ്ക് യു.